ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ റയാൻഡ്രി. ഇപ്പോൾ നമ്മൾ കളിക്കുന്നത് ഒരു ലോങ് ഗെയിമാണ്. നമ്മൾ കയറിയ വശം തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ടീം ബാക്ക് അടിച്ച് പോയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കളിക്കാം. ഞാൻ ഈ ചാനൽ ആദ്യമായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ഹോൺ സ്കോർ കുറവായതുകൊണ്ട് ഞാൻ ക്ലാഷ് കോഡാണ് ഇപ്പോൾ കളിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ക്ലാഷ് കോഡാണ് ഇപ്പോൾ കളിക്കുന്നത്. ഹോൺ സ്കോർ കൂടിയതിന് ശേഷം നമ്മൾ എപ്പോഴും ബിയാപ്പിഷനായിരിക്കും. നമ്മൾ ഫണ്ണി ഷോട്ട്സൊക്കെ ഇടുന്നതാണ്. അതിൻ്റെ ഒപ്പം എൻ്റെ കൂട്ടുകാരെ അഡോണും എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. മറ്റു വലിയ ടീംസൊന്നുമല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു 5 years old. ആ അക്കൗണ്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ ഈ റയാൻ സിസ്റ്റംസിൽ കളിക്കുന്നത്. ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമേ ആകുന്നുള്ളൂ. ഫസ്റ്റ് നമ്മളെ റിഡനായിരുന്നു ഇട്ടിരുന്നത്. ഫസ്റ്റ് ഞാൻ ഭയങ്കര എടുത്ത് പോയപ്പോൾ അവിടെ ഇല്ല. പിന്നെ അടിക്കാൻ 35 കൊടുത്തു. ബട്ട് അപ്പോഴേക്കും നല്ല ഡാമേജ് ഇട്ടുകൊണ്ട് മറ്റടിക്കാൻ വന്നു. സൈഡിൽ ടൈമിൽ 1 ടാപ്പ് അടിക്കാൻ കയറി. 2 എങ്കിലും എനിക്ക് 1 ടാപ്പ് അടിക്കാൻ പറ്റില്ല. നമ്മൾ 2 പേര് കയറിയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ആ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നു. നിങ്ങൾക്ക് അറിയിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല അതിൻ്റെ ഇടയിൽ ആ ബാക്കിൽ നിന്ന് ആ സൈഡിൽ നിന്ന് ഒരു എന്നെ അടിച്ചു ഗൈസ്. റീപ്ലൈ നിങ്ങൾ കാണിച്ചു തരാം. ഈവനാണ് ഗൈസ്. ആ ബാക്ക് സൈഡിൽ നിന്ന് അടിച്ചു. ആ കളി നമ്മൾ തോറ്റു. സെക്കൻഡ് ഉസി എടുത്തിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഉസി എനിക്കധികം യൂസ് ചെയ്യാൻ അറിയില്ല. എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ റൈഡൻ്റെ എബിലിറ്റി ഇട്ട വശം ഉസി കൊണ്ട് അടിക്കാമെന്ന്. ഇതിലൊരു നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഒരു കോഡ ക്യാരക്ടർ ഇട്ട ഒരു പ്ലെയർ ഉണ്ട്. ആ പ്ലെയർ നല്ല പ്രോ പ്ലെയറാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ റഷ് ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ബാക്ക് നടിക്കും. ഈ റൗണ്ടില്ല ഗൈസ്, അത് ഫ്രണ്ടിലായിരുന്നു എനിമി. ആ എനിമിനെ ഞാൻ റൈഡനിട്ട് പോയി ചാടി അടിക്കാൻ നോക്കിയതാണ് ഗൈസ്. എന്തോ പറ്റിയപ്പോൾ പെട്ടെന്ന് നമ്മൾ ഹെഡ് കയറി ചാടിയോണ്ട് നമ്മളെ ടീം വന്നു. അപ്പോഴേക്കും കോഡ ക്യാരക്ടറുള്ള ആൾ വന്നിട്ട് നമ്മൾ ടീമേറ്റിനെ അടിച്ചു. പിന്നെ മുകളിലൊരു വൂക്കോമോ ഒരു പെണ്ണാണുള്ളത് ഗൈസ്. ഈ കളി നമ്മളതിനെ തോറ്റു. അതിനിടയിലൊരു വൂക്കോമോ ഇട്ടു. പക്ഷെ ഒരു കളി ജയിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേക്കും നമ്മൾ ചത്തു. എന്നിട്ട് റിപ്ലൈ നോക്കുമ്പോൾ കണ്ടോ, അവിടുന്ന് ചാടിയപ്പോൾ അവന് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റി. അതാണ് അവൻ ജയിച്ചത്. പിന്നെ ശേഷം നമ്മൾ വെക്ടർ എടുത്ത് കുത്തി പിടിക്കാൻ നീങ്ങി. അങ്ങനെ വെക്ടർ എടുത്ത് ഒന്നും നോക്കിയില്ല. ഇനിയുള്ള കളി ഫുള്ള് സീനാകെ. ഞാൻ ഒരു AWM എടുത്ത് നിൽക്കണം. ഞാൻ AWM പ്ലെയറാണ് ഗൈസ്. എനിക്കിനി കുറച്ച് പോയിന്റ് വരെ എത്തിയാൽ തൃശ്ശൂർ AWM കിട്ടും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഹോണർ സ്കോർ കൂടേണ്ടത് കൊണ്ട് നമ്മളിപ്പോൾ AWM കൊണ്ട് കളിക്കുന്നില്ല. കാരണം അവരുടെ ടീമിൽ വെക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കുത്തിപ്പിടിച്ച് കൊല്ലും. നമ്മൾ ഫസ്റ്റ് തന്നെ റൈഡാൻ ഇട്ട് വെച്ചു. അപ്പോൾ കൃത്യം ആ വൂക്കൻ പ്ലെയർ ചാടി ഒന്ന് നോക്കി ഒരു ഹെഡ്ഷോട്ടാണ് അടിച്ചത്. അവനെയും തീർത്തു. ഇട്ട് കവറായി. അവനൊരു അടി കൊടുത്തു. പക്ഷെ അവൻ ചത്തില്ല. പിന്നെ പുറത്തിറങ്ങി അടിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ റൈഡനിട്ടു. അവൻ മേത്ത് കൊള്ളാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ റഷ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ മെഡ് അടിച്ചിട്ട് റഷ് ചെയ്യാൻ വിചാരിച്ചു. പെട്ടെന്നാണ് ഇവൻ്റെ അവിടെ ബോൺ ഫയർ ഉള്ളത് കണ്ടുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് വന്നു. നോക്കുമ്പോൾ പെട്ടെന്ന് ബാഗിൽ നിന്ന് പൊട്ടാസും കണ്ടുകൊണ്ട് നമ്മൾ അടിക്കുന്നു. അവനെയും കുത്തിപ്പിടിച്ചാണ് തീർത്തു. പിന്നെ നോക്കുമ്പോൾ ഇനി ഒരു എനിമിയും കൂടിയുള്ളൂ. നോക്കുമ്പോൾ എൻ്റെ ടീമേറ്റിനെ അടിച്ചിട്ടു. മെഡ് ഫുള്ളായി എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഫുള്ളായില്ല. ചാടി അടിക്കും. നോക്കുമ്പോൾ അവൻ്റെ മാക്ക് തന്നെയാണ്. വേഗം തന്നെ ഉള്ളിലേക്ക് കയറി
സൈഡിൽ കവറായി നിന്നു സാൻഡി. ഞാൻ ആദ്യം വിചാരിച്ച് ആ കോട ക്യാരക്ടറുള്ളതെന്ന്, പിന്നെയാണ് മനസ്സിലാത്തത് സാൻഡീനായിരുന്നു. അവനൊറ്റയടിക്ക് കുത്തി പിടിച്ച് കൊന്നു ഗൈസ്. ഗൈസ് അപ്പം നമ്മൾ AWM നമ്മുടെ ടീം, അവൻ നല്ല AWM പ്ലെയർ ആയതുകൊണ്ട് ആ ടീമിനും കൊടുക്കാനാണ് എടുത്തത്. നമ്മൾ ഈ വെക്ടർ വീണ്ടും എടുത്തു, ബ്ലൂ വാൾ 2 എടുത്തു. ഇത് ആരും വെക്ടർ എടുത്തില്ല ഗൈസ്, വെറുതെ മേടിച്ചിട്ടു. പക്ഷെ ഒരുത്തൻ ഒരു വെക്ടർ എടുത്തു, ഡബിൾ വെക്ടർ ആക്കിയില്ല, 1 വെക്ടർ ആക്കി. നമ്മളാണ് ഇപ്പോൾ ഗൈസ് ടോപ്പ്. നമ്മൾ വെക്ടർ കൊണ്ട് കുത്തി പിടിക്കാൻ റെഡി ആയിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ക്ലിപ്പുണ്ട് ഗൈസ്, പോളി ക്ലിപ്പ്. ഭാഗ്യം പറഞ്ഞ ഭാഗ്യം. ഇവിടെ നിങ്ങൾ കണ്ടു, അവിടുന്ന് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ വീണു. പിന്നെ മോളിക്ക് റഷ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ റഷ് ചെയ്ത് ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് തന്നെ കുത്തി പിടിച്ചു. നോക്കുമ്പോൾ 2 ഒരു എമ്മയിൽ കുത്തി പിടിച്ച്, പിന്നെ അടുത്ത് പകുതി കുത്തി പിടിച്ചത് ഗണ്ണ് റീലോഡ് ആയില്ല അറിയാതെ, പിന്നെ വീഡിയോ റീലോഡ് ആക്കി ഒറ്റ കുത്തിപ്പിടി, അതിലും കിട്ടിയില്ല കേസ്. ആ പിന്നെ ഒരു കുത്തിപ്പിടി ചക്ക, അതാണ് കേസ് ഭാഗ്യം. ലാസ്റ്റ് 20 HP നമ്മൾ രക്ഷപ്പെട്ടു. ഇനി വേഗം സൂപ്പർ മെഡ് ഉണ്ടായിരുന്നു, അതടിച്ചു. പെട്ടെന്ന് അവൻ കയറി വന്നപ്പോൾ ഞാൻ എനിമയെ വിചാരിച്ചു. പിന്നെ വേഗം സൂപ്പർ മെഡ് അടിച്ച് അടുത്ത എനിമീനെ ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിക്ക് ചാടി അവൻ ആ നേരെ റൈറ്റ് സൈഡിലെ മുകളിലത്തെ ബിൽഡിങ്ങിലാണുള്ളത്. എൻ്റെ ടീമായിട്ടുള്ള സൈഡിൽ കണ്ട കേസ് ലെഫ്റ്റിൽ സ്കാർ കൊണ്ട് അടിക്കുന്നുണ്ടായിരുന്നു. വെക്ടർ എടുത്തു, ഡ്രാഗ് ചെയ്തു. പക്ഷെ നമ്മൾ 16 കൊടുത്തപ്പോഴേക്കും അവൻ ഡൈ ആയി. നമ്മൾ 2-2 ആണ്. ഹോസ്പിറ്റലൈസേഷൻ എടുത്തു, ബ്ലൂ വാൾ എടുത്തു, എല്ലാം നമുക്ക് ആവശ്യമുള്ളത് എടുത്തു ഗൈസ്. ഇതിലൊക്കെ കുറച്ച് മുട്ടുള്ള ഗൈസ്. എൻ്റെ കുറേ അക്കൗണ്ട് പോയി. നമ്മൾ ടോപ്പപ്പ് ഒന്നും ചെയ്യാറില്ല, ടോപ്പപ്പ് ചെയ്യാത്ത അക്കൗണ്ടാണ്. എനിക്ക് കുറേ അക്കൗണ്ട് വരുന്നു, ഫുള്ള് ഫ്രീ ആണ്. എനിക്ക് നിങ്ങളുടെ ഉണ്ടാവും ഇപ്പോൾ മറ്റേ സ്പൈഡർമാൻ്റെ ഇമോട്ട് ഇല്ലേ, ചാടിയിട്ട് സ്പൈഡർമാൻ ബെല്ലിടുന്ന പോലത്തെ അത്, പിന്നെ നമ്മുടെ ഓറിയോൺ വന്ന ടൈമിൽ ഫ്രീ ആയിട്ട് ഇമോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത്. ഇവിടെയാണ് ഈ ഗൈസ് എനിക്ക് നല്ല ഭ്രാന്തായത്. പക്ഷേ ഈ കളി നമ്മൾ ജയിക്കും. ഇതിൽ നമ്മൾ പെട്ടു എന്ന് പറയാം. ആദ്യം ഒരു പൂക്കമിട്ട് പ്ലെയർ കയറി സൈഡിൽ നിന്ന് ഒരു എനിമി അടിക്കുന്നു. പിന്നെ ഒന്നിക്കില്ല, അവിടെ റൈഡേനെ ഇട്ടു. ഇട്ടിട്ട് അവനെ അടിക്കാൻ നോക്കിയപ്പോൾ അവൻ അപ്പോൾ ഹൈഡായി. പിന്നെ ഗ്ലൂ വാളിട്ട് പിന്നെ ചായ അടിച്ചപ്പോഴേക്കും ഗ്ലൂ വാള് തീർന്നു. പിന്നെ മെഡ് അടിക്കുമ്പോഴേക്കും റഷ് ചെയ്തു. റഷ് ചെയ്യുമ്പോഴേക്കും ലൈഫായി. സൈഡിൽ നിന്നാണ് റഷ് ചെയ്യുന്നത്. ഒന്ന് നോക്കിയാൽ നല്ല നമുക്ക് MP5 ഉണ്ട്, M8 ആയിരുന്നു, MP5 ഉണ്ടായിരുന്നു. MP5 കൊണ്ടായിരുന്നു ഡാം വരുന്നത്. പക്ഷെ അവനെ നല്ല ഡാം കൊടുത്തുകൊണ്ട് തന്നെ അവനവിടെ സോണിൽ പോയിട്ട് ചത്തുണ്ട്. അങ്ങനെ നമ്മൾ ഈ റീപ്ലേ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുണ്ടായതെന്ന്. അടിയിൽ പിന്നെ ഹാക്കർ പോലെയാണ് കയറിയത്. ലാസ്റ്റ് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അവൻ സോണിൽ പോയിട്ട് ചത്തു. നമ്മൾ ആ കളി ജയിക്കുകയും ചെയ്തു. ഈ റൗണ്ടാണ് ലെഫ്റ്റ് ഔട്ട്. ഇത് നമ്മൾ വെക്ടർ തന്നെയാണ് എടുത്തത്. ഈ മാപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ മാപ്പ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ കളി ജയിച്ചാൽ നമ്മൾ ജയിക്കും, ഓണർ സ്കോർ കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡി ആയിരിക്കും. നേരെ പോവായിരുന്നു. നേരെ നമ്മൾ ക്യാരക്ടർ റൈഡനെ ഇട്ടിട്ട് അടിക്കാമെന്നായിരുന്നു. പക്ഷേ റൈഡനെ ഇട്ടപ്പോൾ അത് നേരെ അടിക്കാണ് ഇപ്പോൾ ഗൈസ് പോയത്. എനിമീസ് സൈഡിലുണ്ടായിരുന്നു ഇല്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പോയി റഷ് വിചാരിച്ചു. ഞാൻ റഷ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ ഒരു എനിമീനെ കണ്ടു. നമ്മളവിടെ റഷ് ചെയ്ത് അടിക്കാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു എനിമി അടിച്ചു. ബാക്കിൽ നിന്നാണ് ഒരു എനിമി അടിച്ചത് ഗൈസ്. അത് ആ ബാക്കിൽ നിന്ന് എനിമി അടിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. റീപ്ലേ കാണിക്കണോ? റീപ്ലേ കാണിക്കുന്നില്ല, ടൈമില്ല.
അത് നമ്മൾ ഈ റൗണ്ട് പൊട്ടുമെന്നാണ് തോന്നുന്നത്. ഇനി ലാസ്റ്റ് 1 പ്ലെയറാണുള്ളത്. 1v3 എടുക്കുമ്പോൾ ഇല്ലേ നമുക്ക് നോക്കാം. അവൻ റഷ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അവൻ ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ഹെഡ്ഷോട്ട് കയറി കഴിഞ്ഞു. ആ കളി നമ്മളങ്ങനെ തോറ്റു. വീണ്ടും നട്ടെടുത്തു. നമ്മൾ എന്നിട്ട് ഇവിടെ റൈഡൻ ഇടാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അവിടെ റൈഡൻ ഇട്ട് ആരെങ്കിലും റെസ്റ്റ് ചെയ്യിച്ചെങ്കിൽ അവനെ കൊല്ലാമെന്നാണ് എൻ്റെ പ്ലാൻ. പക്ഷെ കുറേ അപ്പോഴേക്കും നമ്മൾ ബ്ലൂവാളോ ഒക്കെ എടുക്കാം. നമ്മുടെ ഒരു ലൈസർ എടുത്തുള്ളത് കൊണ്ട് തന്നെ ഇവിടെ റൈഡൻ ഇട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് സൈഡിലേക്ക് പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ടെലിപ്പോർട്ടിനോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിമി വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിലെ എനിമിയുടെ അടുത്ത് ഫുഡ് പോട്ട് കാണുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, അവിടേക്ക് പോയി നോക്കുമ്പോൾ ഒരു എനിമി. അവൻ MP5 മാക്സ് ആയിരുന്നു. നമ്മൾ റൈഡറിന് 8 വശം കുത്തിപ്പിടിച്ചു ഗൈസ്. അവൻ ഗൈസ് നമ്മളെ വീണ്ടും അവനെ കുത്തിപ്പിടിച്ചു. അവനൊക്കെ ഫിനിഷ് ചെയ്തു. അപ്പോഴേക്ക് സൈഡിൽ നിന്ന് ഒരു എനിമി അടിച്ചു. എനിക്ക് ഒട്ടും ലൈഫ് ഉണ്ടായിരുന്നില്ല. വേഗം മെഡ് അടിക്കാം. അങ്ങനെ മെഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു. മെഡ് അടിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ടെലിപ്പോർട്ട് ചെയ്ത് പോകാൻ വിചാരിച്ചു. ടെലിപ്പോർട്ട് ചെയ്ത് ഈ വീടിൻ്റെ മുകളിലേക്ക് കയറി. ഇനി ലാസ്റ്റ് ഒരു എനിമിയും കൂടി ഉള്ളൂ. ഒരു എനിമി നോക്ക ഇപ്പോൾ റിവൈവ് ആയി. ഇനി ഒരു എനിമിയും കൂടി ഉള്ളൂ. നമ്മളിവിടെ റിവൈവ് ചെയ്യാൻ നോക്കിയാണ്. അപ്പോൾ ഞാൻ എനിമീനെ കണ്ടു ഗൈസ്. അവൻ്റെ ഒരു ഗൺ ചേഞ്ചിങ് സൗണ്ട് സൈഡിൽ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് നമ്മളിവനെ നോക്കുമ്പോൾ അടിയിലായിരിക്കുന്നു ഗൈസ്. പിന്നെ ഒന്ന് നോക്കിയാൽ നമ്മളവനെ ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചു പോയി. അത് ഇട്ടു. പിന്നെ ഒന്ന് നോക്കി ഗൈസ് കുത്തിരിട്ടാണ് നമ്മളെ നോക്കാക്കി. അവൻ ഫുൾ ടൈമാണ് ഗൈസ്. നമ്മൾ റിവൈവ് ആകുമ്പോഴേക്കും നമ്മൾ ഡെഡായി. പക്ഷേ അവൻ ഹോറിസോണ്ടൽ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടീമേറ്റ് കൊന്നു. അങ്ങനെ നമ്മൾ ആ കളി ബൂയി അടിച്ചു ഗൈസ്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.